ഓർത്ത് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ ജീവ സാന്നിധ്യത്തിൽ നമ്മൾ ചേർന്ന് നിൽക്കുകയാണ്. പരിശുദ്ധ കുർബാനയുടെ ജ്വലിക്കുന്ന ജീവൽ സാന്നിധ്യത്തിലെ പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി അതിശക്തമായ രീതിയിൽ മധ്യസ്ഥം വഹിക്കുകയാണ്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അമ്മയുടെ മധ്യസ്ഥതയിലാണ് നമ്മൾ ഉടമ്പടി ചെയ്ത് പോയിരിക്കുന്നത്. ഇപ്പോൾ ഈ ഓൺലൈനിൽ ആരാധന കൂടുന്നവർ ഉടമ്പടി ചെയ്യാൻ എത്രയും വേഗം ആലപ്പുഴ എത്തി ഉടമ്പടി ചെയ്യണം എന്നുള്ള ചിന്തയിൽ കൂടുന്നവരുണ്ട്. അങ്ങനെ എല്ലാ ചിന്തകളും ശരിക്കും പറഞ്ഞാൽ ഫോക്കസ് ചെയ്യണത്, ലക്ഷ്യം വെക്കുന്നത് അമ്മയുടെ മാധ്യസ്ഥത്തിലാണ്. അതുകൊണ്ട് തന്നെ ഈ ആരാധനയുടെ ആദ്യ അവസരങ്ങളിൽ അമ്മയുടെ ശക്തമായ മാധ്യസ്ഥം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ അനുസ്മരിച്ചുകൊണ്ട് അതിശക്തമായി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ഹല്ലേലൂയ, അതിശക്തമായി സ്തുതിക്കട്ടെ. യേശുവേ പരിശുദ്ധമായ മാതാവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ആശ്രയിച്ച് ഉടമ്പടി ചെയ്യുന്നു. യേശുവേ ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, ഉടമ്പടി എപ്പോഴും വർക്ക് ചെയ്യുന്നത് ക്ലെയിം ആൻഡ് കപ്പാസിറ്റി എന്നുള്ള രണ്ട് ഘടകങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. നമ്മുടെ കപ്പാസിറ്റി എന്താണ്? ഉടമ്പടിയുടെ ഓരോ ഫോർമുലയും നമുക്ക് നൽകുമ്പോൾ നമുക്ക് മനസ്സിലാകണത് നമ്മുടെ കേപ്പബിലിറ്റി, നമ്മുടെ കഴിവ് എന്തിനുള്ള കഴിവാണ്? ബൈബിളിലെല്ലാം കഴിവെന്നാണ് പറയണത്. വിശ്വാസം നമുക്ക് എന്ത് നൽകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വിശ്വാസം നമുക്ക് നിത്യജീവൻ നൽകുന്നുവെന്നാണ് നമ്മൾ ജ്ഞാനസ്ഥാനത്തിൽ ഏറ്റുപറയണത്. വിശ്വാസം, ഒരു ജ്ഞാനസ്ഥാന കുഞ്ഞിനെ കൊണ്ടുവരുമ്പോൾ മാതാപിതാക്കന്മാരോട് ചോദിക്കുന്നത്, നിങ്ങൾ സഭയോട് എന്താവശ്യപ്പെടുന്നു? ഉടനെ മാതാപിതാക്കന്മാർ പറയും, ഞങ്ങളുടെ വിശ്വാസം ആവശ്യപ്പെടുന്നു. ഉടനെ വൈദികൻ ചോദിക്കും, വിശ്വാസം നിങ്ങൾക്ക് എന്ത് തരുന്നു? ഉടനെ അവർ പറയും, വിശ്വാസം ഞങ്ങൾക്ക് നിത്യജീവൻ നൽകുന്നു. അപ്പോൾ അവിടെ വിശ്വാസത്തിലാണ് കുഞ്ഞിനെ ജ്ഞാനസ്ഥാനപ്പെടുത്തുന്നത്. പക്ഷേ നിത്യജീവൻ നൽകുന്ന പോലെ തന്നെ വിശ്വാസം വേറെ ഒരു കാര്യം നമുക്ക് തരുന്നുണ്ട്. ഇതിനെക്കുറിച്ച് നമ്മൾ വേണ്ട വിധത്തിൽ ഒരു ഡിസ്കഷൻ, ഒരു ചിന്ത, ഒരു ആലോചന, ഒരു ചർച്ച എപ്പോഴാണ് നിൻ്റെ ജീവിതത്തിൽ നടക്കുന്നത്, അത് മുതൽ നിൻ്റെ കപ്പാസിറ്റി വർദ്ധിച്ചുകൊണ്ടിരിക്കും. എന്താ കാര്യം? വിശ്വാസം നമുക്ക് എന്താ തരണത്? വിശ്വാസം നമുക്ക് കഴിവ് നൽകും. ഇല്ല, നമുക്കിപ്പോഴും ഓരോ ഡിഗ്രിയൊക്കെ എടുക്കത്തില്ലേ പിള്ളേർ? അപ്പോൾ അവർക്കൊരു കഴിവ് വർദ്ധിക്കണം അവരുടെ, അല്ലേ? ഇപ്പോൾ ഡോക്ടറേറ്റ് എടുക്കുന്നവർ, ഇപ്പം ഇന്ന് അങ്ങനെ ഒരു സാക്ഷ്യം ഉണ്ടായി. അതായത് ഡോക്ടറേറ്റ് എടുക്കാൻ വേണ്ടി ഉടമ്പടി ചെയ്ത് കഴിഞ്ഞപ്പോൾ അന്ന് വരെ ഗൈഡ് വളരെ ഇൻഡിഫറൻ്റായിട്ട്, ഒരു ജർമ്മൻ ഗൈഡാണ്, വളരെ ഇൻഡിഫറൻ്റായിട്ട് പെരുമാറിക്കൊണ്ടിരുന്ന ഗൈഡ് 3 അറ്റംപ്റ്റാണ് അവരുമായിട്ട് നടത്തിയത്. പക്ഷേ അവർ ഡോണ്ട് കെയർ ആറ്റിറ്റ്യൂഡ് കാണിക്കുകയാണ്, ഒരു വിപ്രതിപത്തി, ഒരു ഒഴിവാക്കണ പരിപാടി കാണിച്ച്. പക്ഷെ അവരാണ് എൻ്റെ എക്സ്പേർട്ട്, അവർ ഗൈഡായ മാത്രമേ യൂണിവേഴ്സിറ്റി അത് അപ്രൂവ് ചെയ്യത്തുള്ളൂ. അത്രയും കലിബറുള്ള ഒരു ഗൈഡാണ്. പക്ഷേ ഇവരെ തന്നെ വേണം, പക്ഷേ ഇവർ മൈൻഡ് ചെയ്യണില്ല. അപ്പോൾ എന്നാ ചെയ്തിരിക്കണത്? അവർ വന്ന് ഉടമ്പടി ചെയ്തിട്ട് അമ്മയോട് പറയും, അമ്മ ഗൈഡ് ഇൻഡിഫറൻ്റ് ആണെന്ന് പറയും. ഗൈഡ് ഇൻഡിഫറൻ്റാണ്. ഇപ്പോൾ ഉടമ്പടി ചെയ്യാൻ വരുന്ന കുറേ മനുഷ്യർ അമ്മയോട് ശരിക്കും സംസാരിച്ചിട്ടാണ് പോണത്. അവർക്ക് കുറച്ച് കാര്യങ്ങൾ പരിശുദ്ധ, അതായത് നമുക്ക് ഈ ദൈവസംസാരമൊക്കെ വന്ന എപ്പോഴാണെന്ന് അറിയാവോ? ഒന്നെങ്കിൽ നമുക്ക് അതിമൗനം വരും, അല്ലെങ്കിൽ നമുക്ക് അതിസംസാരം വരും. ഇത് രണ്ടും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിൽ നിന്നുണ്ടാകുന്നതാണ്. ചിലർ അതിമൗനമായിരിക്കും, ആത്മാവ് നിറഞ്ഞ് അതിമൗനമായി പോകും. ചിലർ നന്നായി സംസാരിക്കും. ഈ അതിമൗനമാകുന്നതും നന്നായി സംസാരിക്കുന്നതും എല്ലാം അമ്മയുടെ ക്വാളിറ്റീസാണ്. അമ്മ ഹൃദയത്തിൽ സംഗ്രഹിക്കും ചില വിഷയങ്ങൾ, അതിമൗനത്തിലേക്ക് പോകും. അമ്മ എലിസബത്തിനെ കണ്ടപ്പോൾ ബിഹോൾഡ്
സ്വസ്ത്രഗീതം പറഞ്ഞ് അത് അതിസംസാരമാണ്. അപ്പോൾ ചില പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിൽ വരുമ്പോൾ ചിലർക്ക് എപ്പോഴും പ്രാർത്ഥിക്കണമെന്ന് തോന്നും, എല്ലാം ദൈവത്തോട് പറയണമെന്ന് തോന്നും. അങ്ങനെയാണ് ഈ സൗദിയിലെ സഹോദരി വന്ന് അമ്മയോട് പറഞ്ഞു, അമ്മേ ഗൈഡ് മൈൻഡ് ചെയ്യണില്ല എന്ന് പറഞ്ഞു. അവർ ഭയങ്കര പത്രാസായിട്ട്, ജർമ്മനാണവർ. അവർക്ക് ഈ സായിപ്പുമാർക്കൊക്കെ ചില സായിപ്പുമാർക്ക് കുറച്ച് ഈ കോംപ്ലക്സ് കൂടുതലാണ്. നമ്മൾ ഇന്ത്യൻസ് അല്ലേ എന്ന് വിചാരിച്ചുകൊണ്ട് ഇത്തിരി കോംപ്ലക്സ് ഉള്ളവരുണ്ട്. നമ്മൾ ആദ്യം കയറി അവരൊന്നും നമ്മളെ അക്സെപ്റ്റ് ചെയ്യില്ല. കഴിഞ്ഞ ദിവസം ഒരു സാക്ഷ്യം ഉണ്ടായത്, എനിക്ക് ഇംഗ്ലീഷ് വാർഡിലാണ് ജോലി കിട്ടിയത്. അവിടെ മുഴുവനും ബ്രിട്ടീഷുകാർ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇന്ത്യൻ ആയത് കാരണം എനിക്ക് ആ വാർഡിൽ അവരെന്നെ നിസ്സഹകരിച്ച് എന്നോട് അക്സെപ്റ്റ് ചെയ്തില്ല. എന്നെ അവരെ ഒരു കാര്യം എനിക്ക് പറഞ്ഞു തന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവരെന്നാ ചെയ്തത്, ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ ബ്രിട്ടീഷ് വാർഡിലാണ്, അവിടെ സായിപ്പന്മാരേ ഉള്ളൂ, പക്ഷേ എന്നെ അവർ മൈൻഡ് ചെയ്യണില്ല. ഭയങ്കര ഈ എന്താണ് അപ്പാർത്തിഡ് എന്ന് പറഞ്ഞ വർണ്ണവിവേചനമില്ലേ, അതൊക്കെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. പുറത്ത് പറയുന്നില്ലെങ്കിലും അതൊക്കെ മനസ്സിലുണ്ട് ചില ആൾക്കാരുടെ. അപ്പം അതുകൊണ്ട് അങ്ങനെ അവരുടെ ഒരു വിപ്രതിപത്തിയാണ് ഇംഗ്ലീഷ് വാർഡിൽ നിന്ന് അവർക്ക് ഉണ്ടായത്. അവരെന്നാ ചെയ്ത് അമ്മയോട് നേരിട്ട് പറയാം, അമ്മേ ഞാനിങ്ങനെ ഒരു വർണ്ണവിവേചനത്തിൽ എന്നോട് എനിക്ക് ഈ വിഷയങ്ങൾ അധികം അറിയത്തില്ല. ഇവരുടെ എറ്റിക്വസും കസ്റ്റംസും അതുപോലെ തന്നെ അവരുടെ വേ ഓഫ് ആക്ഷൻസും മെത്തേഡ്സും ഈ ഹോസ്പിറ്റലിൽ അവരുടെ രീതികളൊന്നും ഞാൻ ഇത് ഫസ്റ്റ് ടൈമാണ് ഇവിടെ. പക്ഷേ എന്നെ ഹെൽപ്പ് ചെയ്യാൻ ഇവിടെ ആരുമില്ല, ഇന്ത്യൻസും ഇല്ല മലയാളീസും ഇല്ല. അവരാണെങ്കിൽ എന്നോട് എന്താണ് നമ്മളൊരു സെർവൻസിനെ പോലെ ഇങ്ങനെ വിപ്രതിപത്തി കാണിക്കുന്നത്. പക്ഷേ ഇവരുടെ ഒരു പ്രശ്നം, നിങ്ങളെപ്പോഴും മനസ്സിലാക്കണം, നിങ്ങൾ ഇംഗ്ലീഷ് വാർഡിൽ പോയാലും നിങ്ങൾ ധ്രുവ പ്രദേശത്ത് പോയാലും അന്റാർട്ടിക്ക പോയാലും ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, എന്താണ്, പരിശുദ്ധ അമ്മ നിന്റെ കൂടെ അവിടെ ഉണ്ടായിരിക്കും. ശ്രുതികട്ടെ ശ്രുതികട്ടെ, കരങ്ങൾ ഉയർത്തിക്കൊണ്ട് ശ്രുതികട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾ എവിടെയായിരുന്നാലും അമ്മ കൂടെ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്. അപ്പൊ ഈ ഡയലോഗ്, ഫ്രീ ഡയലോഗ് നമ്മുടെ ഉടമ്പടി വരുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു കപ്പാസിറ്റിയാണത്. ഉടമ്പടി വരുമ്പോൾ നമ്മൾ ആ പരിശുദ്ധാത്മാവ് നമ്മൾ പറയും, നീ ഇപ്പോൾ അമ്മയുമായി ഉടമ്പടി ആയില്ലേ, തരും ഉഭയകക്ഷിയല്ലേ, ബയലാറ്ററൽ എഗ്രിമെൻ്റ് ആകുമ്പോൾ നമ്മളവിടെ ആനുകൂല്യവും ഔദാര്യവും അനുഗ്രഹവും ഒന്നുമല്ല, അവകാശമാണ് എൻ്റെ വിഷയം. അപ്പോൾ ചില ആൾക്കാർക്ക് ഈ അവകാശബോധം വല്ലാണ്ട് അങ്ങോട്ട് കത്തിപ്പിടിക്കും. പരിശുദ്ധാത്മാവ് അത് കത്തിക്കും നമ്മളിലെ അവകാശബോധം. അപ്പോൾ അതുകൊണ്ട് അവർ വന്നിട്ട് പറഞ്ഞ് അമ്മ ആ ജർമ്മൻ ഗൈഡ് മൈൻഡ് ചെയ്യണില്ല എന്ന് പറയും. അപ്പോൾ ഒരു മകള് അമ്മയോട് പറയുന്ന ആ ഒരു രീതിയിലാണ് പരിശുദ്ധാത്മാവ് അവർക്ക് അഭിഷേകം കൊടുത്തത്. അതായത് വിതിൻ നോ ടൈം ജർമ്മൻ ഗൈഡ് ഇങ്ങോട്ട് വിളിക്കും. ഇതാണ് സ്പീഡെന്ന് പറയണത്. വല്ലാത്ത ഒരു സ്പീഡാണ് ഈ വിഷയത്തിൽ വരണത്. നമ്മളെ കപ്പാസിറ്റി കൂടി, കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ എന്നാ കപ്പാസിറ്റിയാണ് നമ്മൾക്ക്, അതായത് കപ്പാസിറ്റി എന്ന് പറയുമ്പോൾ ഒരു ഉടമ്പടി ചെയ്യുമ്പോൾ ഒരു വ്യക്തിക്കുള്ള കപ്പാസിറ്റി എന്താണെന്ന് ചോദിച്ചാൽ യോഹന്നാന്റെ സുവിശേഷം 1:12 എന്താണ്? ഒന്ന് ഏറ്റു പറഞ്ഞ്, അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാനുള്ള കഴിവ് നൽകി. സന്തോഷത്തോടെ പറഞ്ഞേ, ദൈവമക്കളാകാനുള്ള കഴിവ് നൽകി. പ്രൈസ് ദി ലോർഡ്. അപ്പൊ കഴിവ് എന്തിനാണ് കിട്ടുന്നത്? ദൈവമക്കളുടെ കഴിവാണ് കിട്ടുന്നത്. ദാറ്റ് മീൻസ് എന്താ വിഷയം അവിടെ എൻ്റെ ഇത് വരണത്? ഒരു വിശ്വാസത്തിൽ നിന്ന് ദൈവമക്കളുടെ കഴിവ് കിട്ടിക്കഴിഞ്ഞാൽ, ഇപ്പം വിശ്വാസം നമുക്ക് എന്ത് തരുന്നത്? നിത്യജീവൻ മാത്രമല്ല നൽകണത്, നമ്മുടെ കഴിവ് വർദ്ധിപ്പിക്കും. ഇല്ലേ? എന്തെല്ലാം കഴിവുണ്ട് ഇവിടെ? എന്തെല്ലാം കഴിവ് വേണം ഇവിടെ ജീവിക്കാൻ? നമുക്ക് ഫൈനാൻസായിട്ടുള്ള കഴിവ് വേണം, ഇല്ലേ? കടങ്ങളൊന്നും ഉണ്ടാകരുത്, കഴിവ് വേണം. അപ്പോൾ ഇത് ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ ജെസ്സി കുര്യൻ എന്നും പറഞ്ഞ് ടെക്സാസിൽ നിന്നൊരു സാക്ഷിയുണ്ട്. അതിമനോഹരമായ സാക്ഷ്യമാണ്. ജെസ്സി കുര്യൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജെസ്സി കുര്യനെ അവർക്ക് പെട്ടെന്നാണ് അവർക്ക് ഈ ഒരു കത്ത് ബാങ്കിൽ നിന്ന് വരണത്. അവർക്ക് ഇതിനെക്കുറിച്ച് കോൺഷ്യസ് ആയിരുന്നു, ഇങ്ങനെ ഒരു എമൗണ്ട് നമുക്ക് കടമുണ്ടെന്നതിനെക്കുറിച്ച് കോൺഷ്യസ് ആയിരുന്നു. പക്ഷേ അതിനെക്കുറിച്ച് ഡിസ്റ്റർബ്ഡ് അല്ലായിരുന്നു. പക്ഷേ അതിനെ എന്തുമാത്രം ഉണ്ടെന്ന് അറിയത്തില്ലായിരുന്നു. കുറേ വർഷങ്ങൾക്ക് മുമ്പോട്ട് കടവാണ്. പക്ഷേ ഇപ്പോൾ വന്നപ്പോൾ ഇൻഡാസായിപ്പോയി. ജെസ്സിക്കിൻ്റെ പ്രശ്നം എന്താണ്? അവർ കണക്കൂട്ടി നോക്കിയപ്പോൾ ഡോളർ കണക്കിനെയാണ് കണക്ക് കൂട്ടുന്നത്. കണക്കൂട്ടി നോക്കിയപ്പോൾ ഉണ്ട്
1 കോടി രൂപയുടെ കട. ദൈവമേ, നമ്മൾ വല്ലതും 10-50 ലക്ഷം അല്ലെങ്കിൽ 30 ലക്ഷം ഒക്കെയാണെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കരുന്ന്. ഇൻഡാസ് എന്ന് വെച്ചാൽ ഇതുപോലൊരു ഇൻഡാസ് അകപ്പെട്ടു പോയി. 1 കോടി രൂപയുടെ കടം. അവരെന്നാ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നാട്ടിൽ വന്നപ്പോൾ ഒന്ന് ഉടമ്പടി ചെയ്തിട്ട് ആദ്യം എഴുതി, അമ്മേ 1 കോടി രൂപയുണ്ട്, ഇറ്റ് ഈസ് എൻ്റെ എബിലിറ്റിക്ക് കൂടുതലാണ്, എൻ്റെ കഴിവിനേക്കാൾ അപ്പുറമാണ്, എനിക്കതിനൊരു ഐഡിയ കിട്ടില്ല എന്ന് പറഞ്ഞു. എനിക്കൊരു ഐഡിയ കിട്ടും. ഇതും ഡയലോഗാണ്. ഇവരൊക്കെ എങ്ങനെയാണ് ദൈവത്തെ അനുഭവിച്ചത് വെച്ചാൽ, ജെസ്സിക്കുര്യയുടെ വന്നിട്ട് ഉടമ്പടി ചെയ്തു. അമ്മയുടെ മുഖത്ത് നോക്കി, അമ്മേ ഇത്രയും വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല, വല്ല 10-40 ലക്ഷമാണ് ഞാൻ മാനേജ് ചെയ്യും, ഇത് 60 ലക്ഷം കൂടി എക്സ്ട്രാ ആയിട്ട് ഇത് കിട്ടാനുള്ളൊരു യാതൊരു മാർഗ്ഗവും ഇല്ല. അപ്പോൾ അമ്മ എന്നെ സഹായിക്കണം, എനിക്ക് വേറെ മാർഗ്ഗമില്ല. ഇവരിങ്ങനെ പറഞ്ഞിട്ട് പോണ ദിവസം രാത്രി അമ്മ പ്രത്യക്ഷപ്പെടും. ഇവർ അമേരിക്ക ചെന്ന്, ടെക്സാസിൽ ചെന്ന്, ഹൂസ്റ്റണിലാണ് താമസിക്കുന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ 2 ദിവസം കഴിഞ്ഞപ്പോൾ അമ്മ രാത്രി വന്നിട്ട് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു കൊടുക്കും. അതായത് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, അമ്മയുടെ ഒരു രീതി വെച്ച് കഴിഞ്ഞാൽ വാട്ട് ടു ഡു, എൻ്റെ ക്ലൂ എന്താണെന്ന്. ഒരു ഇഷ്യൂ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഹൗ ടു മാനേജ് ഇറ്റ്, മദറിനത് വളരെ ക്ലിയറാണ്. ഇപ്പോൾ കനായിലെ കല്യാണ വീട്ടിൽ എന്താണ്, കല്യാണ വീട്ടിൽ എന്താ സംഭവിക്കുന്നത്, അവർക്ക് പൊടുന്നനെ വീഞ്ഞ് തീർന്നു പോവുകയാണ്. അപ്പോൾ വീഞ്ഞ് തീർന്നു പോകുമ്പോൾ അത് പലതരത്തിലത് പരിഹരിക്കാം, അല്ലേ? വായ്പ മേടിക്കാം, അടുത്ത വീട്ടിൽ പോയി. അപ്പോൾ നമ്മൾ ചെറിയ നാണം കെടും, അതാണ് പ്രശ്നം. അടുത്ത വീട്ടിൽ പോയി കല്യാണത്തിന് വായ്പ മേടിച്ചു കഴിഞ്ഞാൽ കടം മേടിക്കാം. പിന്നെ അവർ ശാശി വർത്താനൊക്കെ പറയും, യഹൂദനാണ്, ഒരപ്പം കടം ചോദിക്കാൻ വേണ്ടി ചെന്നവൻ്റെ കഥ ഈശോ പറഞ്ഞിട്ടുണ്ട്. അയാളുടെ പെയിൻറ്റ് ഇന്നും മാറിയിട്ട് പോയിട്ട് ഇന്നും പുറത്തിയിട്ടില്ല. അപ്പോൾ അതെല്ലാം പെസക് പരിപാടികളാണ്. യഹൂദന്മാരുടെ എല്ലാ ഇഷ്യൂസും വളരെ ഒരു എന്താണ് ഇംപേഴ്സണലായിട്ടുള്ള സംഭവമാണ്. പക്ഷേ ഇത് രണ്ടും ചെയ്യാൻ സാധ്യതയുള്ളൂ, നിക്കക്കള്ളിയിലേയും ചെയ്യാവുന്നതാണ്. പക്ഷേ അമ്മ എന്ത് ചെയ്ത് അതിനേക്കാൾ സേഫായിട്ടുള്ളൊരു വഴി പറഞ്ഞു കൊടുക്കും. നേരെ ഈശോ അടുത്ത് വരും. ഈശോ അടുത്ത് വരാവുന്ന സംഭവിക്കാൻ സാധ്യതയുള്ള വിഷയങ്ങളെക്കുറിച്ച് അമ്മയ്ക്ക് ഏറെക്കുറെ ഏകദേശം ഒരു ധാരണയുണ്ട്. എന്താണ്, ഈശോയുടെ സമയമായിട്ടില്ലെന്ന് തന്നെ ഈശോ പറയും. പക്ഷെ അങ്ങനെ പറഞ്ഞാൽ പോലും അതിൻ്റെ പ്രൊവിഷൻസ് ഉണ്ട്. അമ്മയ്ക്ക് അതിനെക്കുറിച്ച് അങ്ങനെ എൻ്റെ സമയം എനിക്ക് നിനക്ക് എന്ത്, എൻ്റെ സമയം ഇനി സമാഗതമായിട്ടില്ലല്ലോ എന്ന് ഈശോ പറയുമെന്ന്, അത് ഓൾറെഡി സഡൻ പൊടുന്നതിനെ പറയണതല്ല. അമ്മയ്ക്ക് അതിനെക്കുറിച്ച് പ്രീകോഗ്നിഷനുണ്ട്. ഈശോ ഇത് പറയുമെന്ന് പരിശുദ്ധാത്മാവ് അമ്മയോട് പറയുന്നുണ്ട്. കാര്യം അമ്മയും പരിശുദ്ധാത്മാവും തമ്മിൽ അറിയാമല്ലോ, ഐക്യമാണ് ഭയങ്കര. അതുകൊണ്ട് എന്ത് ചുറ്റുവട്ടങ്ങളിൽ എന്ത് സംഭവിച്ചാലും എന്ത് പറയണം, എങ്ങനെ റിയാക്ട് ചെയ്യണം, എങ്ങനെ ആൻസർ ചെയ്യണം, എല്ലാ പരീക്ഷകളുടെയും റെഡിമെയ്ഡ് ആൻസർ അമ്മയ്ക്കറിയാം. അപ്പോൾ ഈശോ എടുത്ത് ചെല്ലുമ്പോൾ ഇങ്ങനെ പറയും, എനിക്ക് നിനക്ക് എന്താണ്, എൻ്റെ സമയം ഇനി സമാഗതമായിട്ടില്ലല്ലോ എന്ന് അമ്മ പറയും. അപ്പോൾ മേരി എന്താ പറയേണ്ടത്, തിരിച്ച് പറയേണ്ടതെന്നും പരിശുദ്ധാത്മാ പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? ഇതാണ് വിഷയം. നമ്മളാരും പോണ പോലെ അല്ല വിഷയം, അമ്മയാണ് പോണമെന്ന് നമ്മൾ മനസ്സിലാക്കണം. അമ്മ പരിശുദ്ധാത്മ എന്താ പറഞ്ഞിരിക്കുന്നത്, മേരി ഈശോ പറയും എൻ്റെ സമയം ഇനി സമാഗതമായിട്ടില്ലല്ലോ എന്ന്. അതിൻ്റെ വിസ്ഡം എന്ന് പറയുന്നത്, അതിൻ്റെ നോഹവും ജ്ഞാനസൂത്രം, അങ്ങനെയുള്ളൊരു വിഷയം, ഒരു ഡിവൈൻ ഇംപെഡിമെൻറ്റ്, ദൈവിക തടസ്സം വന്നാൽ അതിനെ കൗണ്ടറാക്ട് ചെയ്യാനുള്ള ക്ലൂ എന്ന് പറയണത് അവൻ പറയണത് പോലെ ചെയ്യാൻ. കാര്യം വേഗത്തിൽ നടക്കേണ്ട കാര്യങ്ങൾ, വേഗത്തിൽ നടക്കേണ്ട കാര്യങ്ങൾ എന്നുവെച്ചാൽ ഓൺ ദി സ്പോട്ടിൽ നടക്കേണ്ട കാര്യങ്ങളുണ്ട്. നമുക്ക് അടുത്ത മാസം നടക്കേണ്ട കാര്യങ്ങളുണ്ട്, അടുത്ത കൊല്ലം നടക്കേണ്ട കാര്യങ്ങളുണ്ട്, 10 കൊല്ലം കഴിഞ്ഞ് കുഞ്ഞുപിള്ളേരെ മക്കളൊക്കെ കെട്ടിക്കാനുണ്ടെങ്കിൽ 5-6 കൊല്ലം കഴിഞ്ഞ് നടക്കേണ്ട കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ ടൈമാണ് ഇവിടുത്തെ പ്രോബ്ലം. അപ്പോൾ എമർജൻസി ലൈറ്റ്നിങ് ആയിട്ട് നടക്കേണ്ട കാര്യങ്ങളാണെങ്കിൽ അതിൻ്റെ സൊല്യൂഷൻ ആൻഡ് ഫോർമുല ഡിഫറെൻ്റാണ്. അതെന്താ, പരിശുദ്ധാത്മാവ് അമ്മയെ ഉപദേശിക്കും. എന്താ മേരി, അവൻ പറഞ്ഞതുപോലെ ചെയ്യുക എന്ന് നീ ആരോട് പറയണം? മനുഷ്യരാശിയോട് പറയണം. ഒരു കുടുംബത്തിലെ എന്തെങ്കിലും ഇടറവ് ഉണ്ടായിപ്പോയാൽ പിന്നെ റെക്ടിഫൈ ചെയ്യാനുള്ള മാർഗം എന്താണ്? ചിലപ്പോൾ പണം കുറഞ്ഞു പോകാം. ഇപ്പം ജെസ്സിക്കുര്യൻ്റെ വിഷയം എന്താണ്? പണം കുറഞ്ഞ് 1 കോടി കടവാണ്. അമ്മ എന്താ ചെയ്തിരിക്കുന്നത്? അമ്മ രാത്രി വന്നതിന് ശേഷം ഒരു ക്ലൂ പറഞ്ഞു കൊടുക്കും ജെസ്സിക്കുര്യന്. എന്താ പറഞ്ഞോട്ടെ, ഇത് കോവിഡ് കാലമാണ്, നിൻ്റെ റിട്ടയർമെൻറ്റിൻ്റെ ഫണ്ട് ഗവൺമെൻറ് കോവിഡ് പ്രമാണിച്ചുകൊണ്ട് ആവശ്യക്കാർക്ക് റിലീസ് ചെയ്യുന്ന ഒരു നിയമം പാസ്സാക്കിയിട്ടുണ്ട്. നോബഡി ഈസ് നോൺ ടു ഇറ്റ്. ഇത് ഭയങ്കരമായ രസമാണ് ഈ സംഭവം.
ആൾക്കാർക്ക് ആ സാക്ഷ്യം മനസ്സിലായിട്ടില്ലെന്ന് തോന്നുന്നു. അതിനേക്കാൾ വില കുറഞ്ഞ സാക്ഷ്യത്തിന് ആൾക്കാർ ഭയങ്കര ഇടിച്ചതിൽ കാണുന്നുണ്ട്. പക്ഷേ ജെസ്സി കുര്യൻ്റെ വിഷയം നിങ്ങൾ മനസ്സിലാക്കണം. അതായത് അമ്മ പറയണത് കോവിഡ് പ്രമാണിച്ച് അമേരിക്കൻ ഗവൺമെൻറ് റിട്ടയർമെൻറ്റ് ബേസിൽ റിട്ടയർമെൻറ്റ് ആകാൻ പോകുന്ന ആൾക്കാർക്ക് വേണ്ടിയുള്ള ഫണ്ട് നേരത്തെ റിലീസ് ചെയ്യുന്നുണ്ട്. ജെസ്സി വിളിച്ചു പോയി. അവർ പത്രത്തിലോ ടി വിയിലോ ഒന്നും ഇതിനെക്കുറിച്ച് അറിയത്തില്ല. അവർക്കറിയാത്തൊരു കാര്യമാണ്. അവർ വീട്ടിനെ പിറ്റേ ദിവസം ബാങ്കറിലെ റഷീദ് പറഞ്ഞു, സാറേ എൻ്റെ റിട്ടയർമെൻറ്റ് എമൗണ്ട് ഉണ്ട് ഇത്ര രൂപ. അപ്പോൾ അതിൻ്റെ കോഡ് കൊടുത്തു കഴിയുമ്പോൾ ആ പൈസ ഇങ്ങോട്ട് അപ്പോൾ അത് 1 കോടി കൂടുതലുണ്ട്. അതൊരു കോടി കൂടുതലുണ്ട്. പക്ഷേ ഇത് ഇവർക്ക് അറിയത്തില്ല. ഇവരറിയാതെ ഇരുന്നുകൊണ്ട് നെരിപ്പോട് പോലെ എരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ വിഷയത്തിൽ വരുന്ന വിഷയം, ഉടമ്പടിയുടെ വിഷയം വരുമ്പോൾ നമ്മൾ ബയലാറ്ററല്ലേ. ബയലാറ്ററായത് കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള കാണല്ല. നമ്മൾ അനുഗ്രഹം പോലെ ഔഷപിതാവിൻ്റെ അടുത്ത് മാതാവിൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ തെണ്ടി നിൽക്കണ പരിപാടിയല്ല. എന്നെ സഹായിക്കേണ്ട എനിക്ക് വേറെ മാർഗ്ഗം ഒരു ധർമ്മപരി ഉടമ്പടി അങ്ങനെ ധർമ്മമൊന്നുമില്ല. നമ്മളൊരു കക്ഷി, ദൈവം ഒരു കക്ഷി, അമ്മ മീഡിയേഷനിലാണ്. അപ്പോൾ നമ്മൾക്കൊരു കക്ഷി, ഒരു അവകാശമാണ് കിട്ടുന്നത്, അനുഗ്രഹമല്ല കിട്ടുന്നത്. അപ്പോൾ അവകാശമാകുമ്പോൾ നമ്മളെന്താ സംഭവിക്കണത്? വിശ്വാസം അവകാശമാക്കണം എപ്പോഴാണ്? ഇപ്പം സഭയോട് നിങ്ങൾ എന്താണ് ആവശ്യപ്പെടുന്നത്? വിശ്വാസം നിങ്ങൾക്ക് എന്ത് തരുന്നു? നിത്യജീവൻ മാത്രമല്ല, ഒരു മക്കൾക്ക് ആവശ്യമായ എല്ലാമാണ്. അതാണ് കഴിവെന്ന് പറയണത്. അതാണ് യോഹന്നാൻ 1:12 നമ്മൾ വായിച്ചത്. എന്താണ് എന്ന് പറഞ്ഞ്? അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാനുള്ള കഴിവ് നൽകി. ഇനി പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, എൻ്റെ വിശ്വാസവും ഒരു കഴിവായി വളർത്തിയെടുക്കണമേ. ഞാൻ അങ്ങയുടെ തിരുസന്നിധിയിൽ വരുമ്പോഴേ ഒരു മകളെപ്പോലെ മകനെപ്പോലെ സംസാരിക്കുവാനുള്ള സ്വാതന്ത്ര്യബോധവും അവകാശബോധവും അഭിഷേകമായി എനിക്ക് നൽകണമേ. ശ്രദ്ധിക്കട്ടെ. തന്നെ സ്വീകരിച്ചവർക്കെല്ലാം, തന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമാകുന്ന പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഞാനൊരു കാര്യം പറഞ്ഞില്ലേ നിങ്ങളോട് കുറച്ച് മുമ്പ്? ചിന്തിച്ച് പറഞ്ഞതല്ല, അമ്മ അഭിഷേകത്തിൽ തന്നതാണ്. ദാറ്റ് മീൻസ് ഈ സ്പീഡായിട്ടുള്ള കാര്യങ്ങളില്ലേ, ഇപ്പം നടക്കേണ്ട കാര്യങ്ങൾക്ക്, അതായത് അതിവേഗം നടക്കേണ്ട കാര്യങ്ങൾക്കാണ്, അത് തൊട്ടാണ് ഉടമ്പടി എടുക്കുന്നത്. മറ്റെല്ലാ പ്രാർത്ഥനകളും എപ്പോഴെങ്കിലും നടക്കേണ്ട കാര്യങ്ങൾക്ക് നമ്മളൊക്കെ എങ്ങനെയെങ്കിലും പ്രാർത്ഥിച്ചാൽ മതി. പക്ഷേ അതിവേഗം നടക്കേണ്ട കാര്യങ്ങൾക്ക് ബിബ്ലിക്കൽ ഫോർമുലയുണ്ട്, അത് ഉടമ്പടിയാണ്. എന്താണ്? ഇപ്പോൾ കാനായിലെ വീഞ്ഞു തീർന്നു പോയി, അത് അപ്പം നടക്കേണ്ട കാര്യമാണ്. ഒരു മനുഷ്യൻ അറിയരുത്, അങ്ങനെ നടക്കേണ്ട കാര്യമാണ്. അതിനെന്താണ്? അവൻ പറയണത് പോലെ ചെയ്യുക. അതെന്താണ്? അത് ഒരു ഫോർമുലയാണത്. ഈശോയുടെ വലിയ പഴയ കാലങ്ങളിലുള്ള ഫോർമുലയാണ്, പുതിയ ഫോർമുല അല്ലത്. അമ്മയ്ക്ക് പരിശുദ്ധാത്മാവ് ഓർപ്പിച്ചു കൊടുത്തു എന്നുള്ളതാണ് പ്രശ്നം. നമുക്കെല്ലാം അറിയാവേ, ഓർപ്പിച്ചു തരാൻ ആളില്ലാത്തതുകൊണ്ടാണ് ഈ കുഴപ്പം മുഴുവൻ വരണത്. മനസ്സിലായില്ലേ? ഈ മനുഷ്യന്മാർക്കെല്ലാം അയ്യോ അതങ്ങനെയാണല്ലേ, അത് ഞാൻ അപ്പോൾ ഓർത്തില്ല എന്ന് പറയും. അത് ഓർത്തില്ലെന്ന് പറയും. കാര്യം ആൾക്കാർക്ക് അറിയാൻ പാടില്ല, പരിശുദ്ധാത്മാവ് ഇല്ലാത്ത കാരണം ഓർത്ത് കിട്ടണില്ല. അതാണ് വിഷയം. കർത്താവ് എന്താ പറഞ്ഞിരിക്കുന്നത്? സത്യാത്മാവ് വരുമ്പോൾ നിങ്ങളെ പൂർണ്ണ ശ്രദ്ധയിലേക്ക് 14:26 എന്റെ നാമത്തിൽ പിതാവയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ്, എന്റെ നാമത്തിൽ പിതാവയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതെല്ലാം നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഇതൊരു പക്ഷെ കാറ്റഗോറിക്കൽ വേർഡാണ് ബൈബിളില്ല. കാര്യം മനുഷ്യന്മാർക്ക് എല്ലാവർക്കും ഒക്കെ ഓരോരോ വഴികൾ അറിയാം. പക്ഷേ ചില ആൾക്കാർ ചിലർ ഓർക്കുകയെ
കുറച്ച് കഴിഞ്ഞേ ഓർക്കത്തുള്ളൂ. ചില ആൾക്കാർ പരീക്ഷ എഴുതി വെച്ചും പിറ്റേ ദിവസം വന്നിട്ട് ദൈവമേ ഇതായിരുന്നല്ലേ അതിൻ്റെ ഉത്തരം, അതെനിക്കറിയാൻ വരുന്നല്ല, മരപ്പെട്ടി മണ്ടിയല്ല, ഓർക്കാൻ പറ്റുന്നില്ല. പരിശുദ്ധാത്മാവില്ലല്ലോ, അതാണ് വിഷയം. കാര്യം പരിശുദ്ധാത്മാവ് ഇത് സംഭവം ഉള്ളതാണ്. ഇപ്പം നമ്മളൊരു കാര്യം അയ്യോ അത് ചെയ്താൽ മതിയായിരുന്നല്ല, നമ്മുടെ കയ്യിലില്ല, ഈ നോളജ് എല്ലാം ഉണ്ട്, ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്, പക്ഷേ നമ്മളെ ഓർപ്പിച്ച് തരാൻ ആരുമില്ല. ഇതുകൊണ്ടാണ് ഞാൻ എപ്പോഴും നിങ്ങൾ പറയും കീപ് ദ മിനിമം ഹോളി സ്പിരിറ്റ്. അതായത് ഒരു മിനിമം പരിശുദ്ധാത്മാവിനെ സൂക്ഷിക്കാനുള്ള, അതായത് അതിനുള്ള ബോധം ഉണ്ടാകണം. ഇപ്പം അനു മരിയ കഴിഞ്ഞ ദിവസങ്ങളിലാണ് സാക്ഷിയാണ്. അനു മരിയ പാലക്കാടാണ്. അവൾക്ക് ഭയങ്കര ബോധമാണ്. എന്താ പ്രശ്നം വെച്ചാൽ, അവളുടെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ അനു മരിയ സാക്ഷ്യം പറഞ്ഞതിന് ഞാൻ കഴിഞ്ഞ നവംബറിൽ വന്ന ആളാണ്, വന്ന് ഉടമ്പടി ചെയ്താണ്. ഇപ്പോൾ പറഞ്ഞു ഞാൻ ഒറ്റക്കാണ് അവിടെ നിന്ന് വന്നതെന്ന്. അപ്പം കേൾക്കുന്നവർക്ക് അത്രയും ഫീൽ ചെയ്യത്തില്ല. അവൾക്ക് 10, 20, 21 വയസ്സേ ഉള്ളൂ. അപ്പം പാലക്കാട് നിന്ന് പാപം ഒറ്റയ്ക്ക്, ആലപ്പുഴ ആദ്യം കാണുകയായിരിക്കും ചിലപ്പോഴും, ഈ കൃപാസനം തിരക്കി പിടിച്ച് ഇവിടെ വന്നിട്ട് ഉടമ്പടി ചെയ്തിട്ട് അമ്മയോട് പറഞ്ഞിട്ട് പോകണം. എന്താ വെച്ചാൽ എന്താ അവളുടെ പ്രശ്നം, അവളുടെ വിസ ഇൻ്റർവ്യൂവിന് അവൾ ഫെയിലാകുന്നു, വിസയുടെ ഇൻ്റർവ്യൂവിന് ഫെയിലാകുന്നു, അതാണ് പ്രശ്നം. അപ്പോഴേ 3 വിസ ഇൻ്റർവ്യൂ നടന്ന് 3 ഫെയിലായി കഴിയുമ്പോൾ അതിനിവിടെ വന്ന് ഉടമ്പടി ചെയ്യും. ഈ ഉടമ്പടി ചെയ്തതിന് ശേഷം ഈ കുട്ടിയുടെ അതിൻ്റെ മൂവ്മെൻറ്റ് ഭയങ്കരമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾ പറയണത്, ഞാൻ പിന്നീട് ഉടമ്പടി ചെയ്തതിന് ശേഷം ഞാൻ പിന്നീട് ആരോടും സംസാരിച്ചിട്ടില്ലെന്ന്. എന്താ കാര്യം, അവൾ ശരിക്കും അതിൻ്റെ അഭിഷേകത്തിലായിപ്പോയി. ഞാൻ ഉടനെ അടുത്ത ഈ വിസ ഇൻ്റർവ്യൂ വന്ന്, അപ്പോൾ ഇവളുടെ മനസ്സിൽ ഉത്കണ്ഠയില്ല, ആന്തരികമായ അഭിഷേകത്തിൽ അമ്മ ഇങ്ങനെ കുളിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ പറഞ്ഞത് എനിക്ക് സന്തോഷമാണ്. എന്താണ്, എനിക്ക് ഈ ഇൻ്റർവ്യൂവിൽ അമ്മ എന്നെ സഹായിക്കും. കാര്യം സഹായിക്കണമെന്ന് പറഞ്ഞാൽ ശ്രീകല എന്നും പറഞ്ഞ് പെരുമ്പാവൂർന്നൊരു സാക്ഷി ഇവളെ കേട്ടു കഴിഞ്ഞ 2 ആഴ്ച മുമ്പ്. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസമായിരുന്നു ഇൻ്റർവ്യൂ വന്നത്. അപ്പോൾ സ്ത്രീകളുടെ സാക്ഷ്യം, ഹൈന്ദവ സഹോദരിയാണെങ്കിൽ സാക്ഷ്യം പിടിക്കട്ടെ. അപ്പോഴേ അതിൻ്റെ അകത്ത് സ്ത്രീകല സ്വന്തമായിട്ട് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞിട്ട് ഒരു സ്വന്തം പ്രാർത്ഥന ഉണ്ടാക്കുന്നുണ്ട്. എന്താണ്, അമ്മയുടെ മുമ്പിൽ എന്ന് വെച്ചാൽ അമ്മേ എന്ന് വിളിച്ചിട്ട് പറയേണ്ട ഒരു കാര്യം, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിരസാക്ഷിയായി എന്നെ ഉയർത്തണമേ. ഞാൻ ഹൗ ഷീസ് എഡ്യൂക്കേറ്റഡ് സോ, അതായത് ക്രിസ്ത്യനായിട്ടുള്ളൊരു ബാക്ക്ഗ്രൗണ്ട് ഇല്ല, പക്ഷെ വായിന്ന് വരുന്നത് മോർ ദാൻ ക്രിസ്ത്യനായിട്ടുള്ള അഭിഷേകമാണ് വരണത്. അതായത് ഇവൾ അമ്മയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ഇവൾക്ക് ജ്ഞാനം കൊടുക്കും, ജ്ഞാനം കൊടുത്ത് പറയും, ഇങ്ങനെ പ്രാർത്ഥിക്കാൻ പറയും. എന്താണ്, എന്നെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിരസാക്ഷിയായി എന്നെ മാറ്റണമേ. ഇത് പക്ഷേ ദൈവത്തിന് ചങ്കക്കുണ്ട് ഈ പ്രാർത്ഥന. സ്ത്രീകളുടെ വിഷയങ്ങളെല്ലാം പ്രളാന്നാണ് പിന്നെ നടക്കുന്നതല്ല. ഇത് സാക്ഷി അനു മരിയ, ഈ പെരുമ്പാവൂരുകാരിയാണ് ഈ സ്ത്രീകളുടെ സാക്ഷ്യം അനു മരിയ പാലക്കാടിരുന്ന് കേട്ടിട്ട് ഇവൾക്ക് അഭിഷേകം ഉണ്ടാവും. അഭിഷേകം ഉണ്ടായി കഴിയുമ്പോൾ അവൾ പറയും, അമ്മേ എന്നെയും, എനിക്ക് ആ ചേച്ചി പ്രാർത്ഥിച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, എന്നെയും അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിര സാക്ഷിയായി മാറ്റണമേ. കാര്യം ഈ ഉടമ്പടി നിൽക്കുന്നത് പ്രത്യക്ഷീകരണത്തിലാണ്. അതിൻ്റെ ആ സ്റ്റാൻഡിൽ നിന്നാണ് നമുക്ക് അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് ശേഷമാണ് ഈ ഉടമ്പടി വരണത്, ഉടമ്പടി കിട്ടണത്. അപ്പോഴേ അനു ഇങ്ങനെ പ്രാർത്ഥിക്കും. പക്ഷെ അനു പ്രാർത്ഥിക്കുമ്പോൾ വിഷയം എന്ന് വെച്ചാൽ അവളൊരു തീരുമാനം എടുക്കും. എന്താണ്, ഈ ശുശ്രൂഷ കഴിയണവരെ, എൻ്റെ ഇൻ്റർവ്യൂ കഴിയണവരെ ഞാൻ ആരോടും സംസാരിക്കത്തില്ല, സംസാരിക്കാതിരിക്കുകയില്ല. 3 മണി വെളുപ്പിന് അന്ന് വെളുപ്പിന് 3 മണി വെളുപ്പിന് അനു എഴുന്നേറ്റ് 10 മണിക്കാണ് ഇൻ്റർവ്യൂ. എന്നിട്ട് കർത്താവിൻ്റെ വചനങ്ങൾ വായിക്കാൻ തുടങ്ങി. ഇൻ്റർവ്യൂ വേണ്ടി ഒന്നും ഒരുങ്ങണില്ല. എന്താ പറയണത്, ഇൻ്റർവ്യൂ അമ്മയല്ലേ നോക്കണതെന്ന്. അതായത് വേറെ ഒരു 2-3 ചേടത്തിമാർ, കറുകുറ്റി എന്നൊക്കെ പറഞ്ഞ ചേടത്തിമാർ നേരത്തെ ഒരു സാക്ഷിയുടെ പറഞ്ഞത് അനുവിൻ്റെ തലയിലുണ്ട്. എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ അവർ പ്രാർത്ഥിച്ച് ചെയ്താണ് അമ്മ ഇൻ്റർവ്യൂ ചെല്ലുമ്പോൾ അമ്മയായിരിക്കണം ഇൻ്റർവ്യൂ ചെയ്യേണ്ടത്, അവിടെ വേറെ ആൾക്കാരൊന്നും വെച്ചേക്കുന്നത് എനിക്ക് പേടിയാണെന്ന് പറയും. ഇതെന്നൊക്കെ പറയണത് പരിശുദ്ധ അമ്മയായിരിക്കും അവിടെ ഇരിക്കാൻ പോകണമെന്നുള്ള പരിശുദ്ധാത്മാവ് ഇവർക്ക് നോട്ട് കൊടുക്കും. അങ്ങനെയാണ് ഇവർക്ക് ഈ ദൈവിക രഹസ്യങ്ങൾ കിട്ടുന്നത്. അങ്ങനെയാണ് ഇവർ പ്രെയർ ചെയ്ത് പോകുമ്പോൾ ദൈവത്തിൻ്റെ സ്വന്തം കുഞ്ഞ് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ ദൈവരാജ്യത്തിൻ്റെ പ്രജയായി മാറുമ്പോൾ ദൈവം നടക്കണ കാര്യങ്ങളെക്കുറിച്ച് പറയും. നീ വിഷമിക്കേണ്ട, ഇൻ്റർവ്യൂവിന് അമ്മയായിരിക്കും ഇരിക്കാൻ പോണത്,
നീൻ്റെ സമയമാകുമ്പോൾ അമ്മ ചെയർ മാറ്റിയിട്ടിരിക്കും, ബാക്കി അമ്മ നോക്കിക്കൊള്ളൂ എന്ന് പറയും. എന്നിട്ട് അവർക്ക് കിട്ടുന്ന അനുഭവങ്ങൾ അത് പറയണ സമയത്ത് അതുപോലെ അനു അതിന് ആ സാക്ഷി അവളെ ക്യാച്ച് ചെയ്ത്. അപ്പോൾ അനു അമ്മയോട് പറഞ്ഞു, അമ്മേ ഞാൻ ഇൻ്റർവ്യൂ ചെല്ലുമ്പോൾ ഞാൻ 3-ാം ഇൻ്റർവ്യൂ തോറ്റതാണ്, അങ്ങനെയാണ് ഞാൻ അമ്മയുടെ അടുത്ത് നിന്ന് ഉടമ്പടി ചെയ്തത്. ഇപ്പോൾ എനിക്കുള്ള കപ്പാസിറ്റി ഉടമ്പടിയുടെ കപ്പാസിറ്റിയാണ്. അപ്പോൾ എനിക്കും ഒരു അവകാശമുണ്ട്. എന്താണ്? ഞാൻ തോറ്റ പരീക്ഷയ്ക്ക് വിസ ഇൻ്റർവ്യൂ ആണ്. അപ്പോൾ ഞാൻ ചെല്ലുമ്പോൾ അമ്മ അവിടെ ഇരിക്കണം. എന്നിട്ട് ഇവിടെ എന്നാ ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉടമ്പടി തൈലമെടുത്ത് തൊണ്ടയിൽ കുരിശിടും പോകാൻ നേരത്ത്. ഇവരൊക്കെ ചെയ്യണ കാര്യങ്ങൾ കണ്ടാൽ നമ്മൾ ഞെട്ടും. ഉടമ്പടി തൈലമെടുത്ത് തൊണ്ടയിൽ കുരിശിടും. എന്തിനാണ്? ഞാൻ സംസാരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നിറഞ്ഞു വരാൻ. പിന്നീട് നെറ്റിക്ക് കുരിശിടും. ഉടമ്പടി തൈലമെടുത്തിട്ട് വിശ്വാസപ്രമാണം ചൊല്ലി. എന്തിനായിട്ടാണത്? ഞാൻ വാക്കുകളെല്ലാം ഓർത്തെടുക്കാൻ വേണ്ടി, ഓർത്ത് കിട്ടാൻ വേണ്ടി. അപ്പോൾ ഇവിടെ മുഴുവനും ഉടമ്പടി തൈലത്തിൽ അഭിഷേകത്തെ പൂശിച്ചിട്ടാണ് ഇവൾ പോണത്. പോയിട്ട് പറയുകയാണ്, ഞാൻ പോണ വഴിക്ക് ഒരു മനുഷ്യനോട് സംസാരിച്ചില്ല. എന്താ കാര്യം? കർത്താവ് എൻ്റെ കൂടെ ഉണ്ട്. കർത്താവിൻ്റെ കൂടെ പോകുമ്പോൾ നമ്മൾക്ക് ആൾക്കാരോട് സംസാരിക്കാൻ പറ്റൂ. ഒരു വിശ്വാസി എങ്ങനെയാണ് കൺവേർട്ട് ചെയ്തിട്ട് ദൈവത്തിൻ്റെ തൊടു സാന്നിധ്യത്തിലേക്ക് വരുന്നത്? തൊടു സാന്നിധ്യം എന്ന് പറഞ്ഞത് കൈക്ക് കൈ പിടിച്ച് പോകുന്നതാണ് തൊടു സാന്നിധ്യം. ഈ തൊടു സാന്നിധ്യത്തിൽ വരുമ്പോൾ കർത്താവ് ഉണ്ട്. അപ്പോസ് അതിനും ഈ സാക്ഷ്യം പറയുമ്പോൾ എൻ്റെ മനസ്സ് വേണ്ടുന്ന മുഴുവനും കർത്താവ് പറഞ്ഞിട്ടുണ്ടോ, ഞാൻ നിങ്ങളെ ആശ്രയിച്ച് വിടുകയാണ്, നിങ്ങൾ പോകുന്ന വഴിക്ക് ഒരു മനുഷ്യനെ അഭിവാദനം ചെയ്യരുത്. ബൈബിളിലെ ഏറ്റവും ശക്തമായ ഒരു വചനമാണത്. ആരെയും നിങ്ങൾ അഭിവാദനം ചെയ്യരുത്. സ്തുതികട്ടെ, സ്തുതികട്ടെ. ഹല്ലേലൂയ, 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 ആരാധന, ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ.